അഭിഷേകെ, ഈയിടെ മാട്രിമോണി സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു തിരോധാന കേസ്. ഈ കേസിന്റെ അവസാനം സിനിമയെ വെല്ലുന്നൊരു ക്ലൈമാക്സ് ആയിരുന്നു. താൻ മരിച്ചു എന്ന് തൻ്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച ഒരു സ്ത്രീയുടെ കഥയാണിത്. ഇത് മാട്രിമോണിയൽ സൈറ്റുകൾ വഴി ധാരാളമായിട്ട് തട്ടിപ്പിനിരയാകുന്ന സംഭവങ്ങൾ കേരളത്തിലാകമാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ദേശങ്ങളിൽ ഈ മാട്രിമോണിയൽ സൈറ്റുകൾക്ക് വളരെ വിസ്തൃതമായൊരു കുറ്റകൃത്യങ്ങളുടെ ലോകം തുറന്നു കിടക്കുന്നുണ്ട്. കേരളത്തിൽ അതിപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയധികം മാട്രിമോണിയൽ സൈറ്റുകളാണ്. ഇതിൽ ജെനുവിനായിട്ടുള്ള സാധനങ്ങളുണ്ട്, അല്ലാതെ ഇത്തരത്തിൽ തട്ടിപ്പുകാർ നിറഞ്ഞു നിൽക്കുന്ന സങ്കേതങ്ങളും കൂടിയാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ. അപ്പോൾ ഇതിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ജിൻസിംഗ് എന്ന 64 വയസ്സുകാരനാണ്. ഇദ്ദേഹം ചെന്നൈ സ്വദേശിയാണ്. ചെന്നൈയിലെ നുങ്കമ്പാക്കത്ത് ലയോള കോളേജിൻ്റെ സമീപത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് ഇയാളുടെ താമസം. ഇയാൾ തമിഴ്നാട് വൈദ്യുതി വകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഭാര്യയിൽ നിന്ന് വിവാഹമോചിതനായതിനു ശേഷമാണ് സ്വസ്ഥമായിട്ട് റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിച്ച് വരികയാണ്. ഒരു മകനുള്ളത് വിദേശത്താണ്. ഇയാൾക്ക് ഈ വാർദ്ധക്യത്തിൽ തനിക്കൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹം തോന്നുന്നു. അങ്ങനെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കാരുടെയും ഒക്കെ അഭിപ്രായം തേടുമ്പോൾ വീണ്ടും ഒരു വിവാഹം കഴിക്കുകയാണ് നല്ലതെന്ന ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഇയാൾ ഒരു മാട്രിമോണിയൽ ആപ്പിൽ തൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. ഡിവോഴ്സ് മാട്രിമോണി, ഈ വിഭാര്യരായ അല്ലെങ്കിൽ വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് അവിടെയുള്ളത്. അങ്ങനെ ഈ ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ജിൻസിങ്ങിനെ തേടി 2022 മെയ് 1 ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഗോളിയാർ സ്വദേശിനിയായ ഒരു ശ്രദ്ധ ലെനിൻ എന്ന് പറയുന്ന സ്ത്രീയാണ്. 43 വയസ്സാണ് ഇവർക്ക്. ഇവർ ജിൻസിങ്ങിന് ഒരു സന്ദേശം അയക്കുന്നു. താങ്കളുടെ പ്രൊഫൈൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, തുടർന്നുള്ള ആലോചനയ്ക്ക് ഞാൻ തയ്യാറാണ്, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള ഒരു സന്ദേശം വരുന്നു. അങ്ങനെ ജിൻസിങ് വീണ്ടും മെസ്സേജ് അയക്കുന്നു. ഇവരുടെ പെട്ടെന്ന് ഒരാപ്പിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളെന്ന നിലയിൽ ഇയാൾക്കൊരു സംശയമുണ്ടായി. അപ്പോൾ തന്നെ ഈ ശ്രദ്ധ ഇവരുടെ ആധാർ കാർഡ് അയച്ചു കൊടുക്കുന്നു. ഈ ആധാർ കാർഡിലെ പേരെന്ന് പറയുന്നത് ശ്രദ്ധ ലെനിൻ എന്നാണ്. ലെനിൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മുൻ ഭർത്താവായിരുന്നു. പിന്നീട് വിവാഹമോചിത ആയതിനു ശേഷം ഈ ഒരു പേര് മാറ്റാൻ മെനക്കെട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പേര് അങ്ങനെ തന്നെ ആധാർ കാർഡിലും കാണുന്നതെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഇവർ ഇരുവരും ഫോൺ നമ്പർ പരസ്പരം കൈമാറുന്നു. അത് പിന്നീട് ആ ആപ്പിന് പുറത്തേക്ക് വാട്സാപ്പ് മെസ്സേജുകളായും കോളുകളായും ആ ഒരു സൗഹൃദം വളർന്നു. 2022 ജൂൺ ആദ്യ വാരം ഈ ജിൻസിങ്ങിൻ്റെ ഫോണിലേക്ക് ശ്രദ്ധ വിളിച്ചിട്ട് പറയുകയാണ്, താൻ അടുത്തയാഴ്ച തൃശ്ശൂരിൽ തൻ്റെ സുഹൃത്തുക്കളെ കാണാൻ വരുന്നുണ്ട്, ഇവിടെ വെച്ച് നമുക്ക് ഒന്ന് കണ്ടുമുട്ടാം, കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുന്നു. അതുപ്രകാരം 2022 ജൂൺ 5 ജിൻസിങ് ചെന്നൈയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്നു. ശ്രദ്ധ ഗോളിയോറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നു. അങ്ങനെ തൃശ്ശൂരിലെ ഒരു മാളിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുമ്പോൾ ശ്രദ്ധ അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ഇവർ സ്വർണ്ണാഭരണങ്ങളൊന്നും ധരിച്ചിട്ടില്ല. ഇയാൾ തുറന്നു നടത്തിയ സൗഹൃദ സംഭാഷണങ്ങൾക്കൊടുവിൽ തനിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയായി ഇവരെ കണ്ടു. അങ്ങനെ അതൊരു ബന്ധം തുടരാമെന്ന ഉറപ്പിൽ ഇവർക്ക് തൃശ്ശൂരിലെ ഒരു ജൂവലറിയിൽ നിന്ന് ഒരു കൊന്തമാല ഇയാൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ വീണ്ടും എറണാകുളത്തെ സുഹൃത്തിനെ കാണാൻ എന്ന പേരിൽ പോകുന്നു. ഇപ്പോൾ ഇവരെ കൂട്ടാനായിട്ട് ഒരാൾ വന്നു. അയാളാണ് ഈ കഥയിലെ മൂന്നാമത്തെ കഥാപാത്രം. ഇയാളുടെ പേരാണ് ജോസഫ് സ്റ്റീഫൻ എന്നാണ് ഈ ശ്രദ്ധ ഇയാൾക്ക് ജിൻസിങ്ങിനെ പരിചയപ്പെടുത്തിയത്. ഇവരുടെ കുടുംബ സുഹൃത്താണ്, തൃശ്ശൂർ സ്വദേശിയാണ്. അങ്ങനെ ഇയാളോടൊപ്പം തൻ്റെ ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പിരിയുന്നത്. പിന്നീട് ജിൻസിങ് ചെന്നൈയിലേക്ക് പോകുന്നു, ശ്രദ്ധ എറണാകുളത്തേക്ക് പോകുന്നു. പിന്നീടും ഈ ഫോൺ വഴിയുള്ള സൗഹൃദം തുടരുന്നു. ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇവർ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് ചെന്നൈയിലേക്ക് ഒരു ദിവസം ശ്രദ്ധ വരുന്നു. ശ്രദ്ധ വന്നതിന് ശേഷം ഈ ജിൻസിങ് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ ഈ ശ്രദ്ധ പറയുന്നത് തനിക്ക് അധികം കുടുംബക്കാരാരുമില്ല, തൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയതാണ്, ഒരുപക്ഷെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ നമ്മളുടെ ഈ ബന്ധം സമ്മതിച്ച് തരില്ല, അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ തമ്മിൽ ബന്ധമാണ്, നമ്മൾ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള കാര്യം ആരെയും അറിയിക്കരുത്, അത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ജിൻസിങ്ങിനോട് ആവശ്യപ്പെടുന്നു. അതുപ്രകാരം ഇവർ കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങുന്നു. ഇയാൾ ബാങ്കിലെ ലോക്കറിലേക്ക് പോയി ഇയാളുടെ അമ്മയുടെ അടക്കം സ്വർണ്ണാഭരണങ്ങൾ, ഏകദേശം 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് വിവാഹ ഒരുക്കങ്ങൾ നടത്തുന്നു. പിറ്റേ ദിവസം ചെന്നൈയിലെ ബസന്ത് നഗറിലുള്ള ഒരു പള്ളിയിൽ വെച്ച് ഇരുവരും രഹസ്യമായി വിവാഹിതരാകുന്നു. ഇത് രേഖകളിലൊന്നുമില്ല. ഈ പള്ളിയിൽ വെച്ച് പരസ്പരം
താലി ചാർത്തി വിവാഹം കഴിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിനുശേഷം വിവാഹത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്കെത്തി ഇയാളുടെ ഫ്ലാറ്റിലേക്കാണ് ഇവർ വിവാഹശേഷം വരുന്നത്. ഫ്ലാറ്റിലെത്തിയതിന് ശേഷം അർദ്ധരാത്രിയോടെ ഈ ശ്രദ്ധ ഈ വീട്ടിലെ മുറിയിൽ അടച്ചിരുന്ന് ഫോൺ സംഭാഷണങ്ങളായിരുന്നു. ഈ ഫോൺ സംഭാഷണങ്ങൾ ഒരുപക്ഷെ ഈ വിവാഹ കാര്യം തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുകയായിരിക്കും എന്നാണ് ഈ ജീൻസിംഗ് വിചാരിച്ചത്. എന്നാൽ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശ്രദ്ധ അസ്വസ്ഥയായിരുന്നു, ആകെ അസ്വസ്ഥയായിരുന്നു. അവർ ഇയാളോട് പറഞ്ഞു, നമ്മുടെ കാര്യം നമ്മുടെ കുടുംബക്കാർ അറിഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്, അതുപ്രകാരം എനിക്ക് നാട്ടിലേക്ക് അത്യാവശ്യമായിട്ട് മടങ്ങിപ്പോകേണ്ടതുണ്ട്, ബംഗളൂരുവിലുള്ള കുടുംബ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വിവാഹം കഴിച്ച ആദ്യ രാത്രി പൂർത്തിയാകുന്നതിന് മുൻപേ ഈ വിട്ട് ശ്രദ്ധ ഇറങ്ങുകയാണ്. താൻ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ വിമാനത്താവളത്തിൽ കൊണ്ട് വിട്ടാൽ മതി എന്നുള്ള ഒരു വാക്കിൽ ഇയാൾ ഇവരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവിടുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെ ശ്രദ്ധ പിറ്റേ ദിവസം ഇവരെ വിളിക്കുന്നു, ബംഗളൂരുവിലെ കുടുംബ വീട്ടിലെത്തി എല്ലാം സംസാരിച്ചു, തീർപ്പാക്കി എന്ന് പറയുന്നു. ശേഷം പിന്നീട് ഇവരെ ഫോൺ സംഭാഷണം തുടരുന്നുണ്ട്. എന്നാലും ശ്രദ്ധ ഈ വീട്ടിലില്ല. അങ്ങനെ 2 ദിവസങ്ങൾക്കുള്ളിൽ ശ്രദ്ധ ഗോളിയോറിലേക്ക് മടങ്ങിപ്പോയി. ഗോളിയോറിൽ ചെന്ന ഇവർ ഈ ഭർത്താവായ ജീൻസിങ്ങിനോട് ആവശ്യപ്പെടുന്നത് തനിക്ക് പഠിക്കണം, തുടർന്ന് ഏതാനും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതിനായി 10 ലക്ഷം രൂപ അടിയന്തരമായിട്ട് എനിക്ക് വേണം എന്ന് പറയുന്നു. ഇയാൾ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളാണ്, റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഈ ഭാര്യയുടെ ആവശ്യപ്രകാരം 10 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നെയും ഈ ഭാര്യയെ ഫോൺ സംഭാഷണങ്ങളിൽ മാത്രമായൊരു ദാമ്പത്യ ജീവിതം ഒതുങ്ങി. പിന്നെയും ഇവർ പലതവണ ആവശ്യപ്പെട്ടു. എന്തൊക്കെയാണ്? ഈ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയായിരുന്നു, ഈ കുടുംബത്തിൻ്റെ ആരോഗ്യകാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവരുടെ പണം കൈക്കലായിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് മോളിൽ വെച്ച് തൃശ്ശൂരും എറണാകുളത്തുമൊക്കെ മോളിൽ വെച്ച് ഈ ഒരു പറയപ്പെടുന്ന കാലത്തെല്ലാം ഇവർ ബന്ധം പുതുക്കിയിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. പിന്നീട് പലവട്ടം ചെന്നൈയിലെ വീട്ടിലെത്തി ഒരുമിച്ച് താമസിച്ചിട്ടുമുണ്ട്. എന്നാലും ഇതൊരു ഹ്രസ്വകാല സന്ദർശനം മാത്രമായിരുന്നു. അവിടെ ദീർഘകാലം ഒരു കുടുംബജീവിതം നയിക്കാൻ ഈ ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായി ഈ വർഷം ആണ് ഏറ്റവും ഒടുവിലായി ശ്രദ്ധയും ജീൻസിങ്ങും കണ്ടുമുട്ടുന്നത്. ഇത് നമ്മുടെ എറണാകുളത്തെ സെൻട്രൽ സ്ക്വയർ മാളിൽ വെച്ചാണ് ഇരുവരും അവസാനമായിട്ട് കണ്ടുമുട്ടുന്നത്. ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് എത്തുന്നതിൻ്റെ കാരണം പറയുന്നത് ഇയാളിൽ നിന്ന് വീണ്ടും പണം ആവശ്യപ്പെടുക എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു. ഈ കുടുംബ സുഹൃത്തായ നേരത്തെ തൃശ്ശൂരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ സ്റ്റീഫൻ്റെ പിതാവിൻ്റെ ആരോഗ്യ ആവശ്യങ്ങൾക്കായി കുറച്ച് പണം വേണം. ആ പണം ഇയാൾക്ക് നൽകിയതിന് ശേഷം വീണ്ടും ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി ആഭരണങ്ങൾ വാങ്ങി നൽകി ഭാര്യയെ യാത്രയാക്കി. പിന്നീട് മെയ് വരെ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ വാട്സാപ്പിലൂടെയും ഫോൺ മുഖാന്തരവും നടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് പെട്ടെന്നൊരു ദിവസം ഭാര്യയുമായിട്ടുള്ള ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. പിന്നെ ഇയാളെ ബന്ധപ്പെടുന്നത് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് GM റാവു എന്ന് പറയുന്ന അഭിഭാഷകനാണ്. തനിക്ക് ഒരു ദുഃഖവാർത്ത താങ്കളെ അറിയിക്കാനുണ്ട്. ആ ദുഃഖവാർത്തയിലെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഭാര്യയായ ശ്രദ്ധ ലെനിൻ എന്ന സ്ത്രീ ഗോളിയാറിൽ വെച്ച് മരണപ്പെട്ടു, ആത്മഹത്യയായിരുന്നു. ഇവരുടെ വീട്, ഇവരുടെ 2.5 കോടി രൂപയുടെ ഒരു ആഡംബര വീടുണ്ട്. ഈ വീട് വിൽക്കാൻ വേണ്ടിയാണ് തന്നെ ഏർപ്പാടാക്കി നേരത്തെ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധ ഈ അഭിഭാഷകൻ GM റാവു എന്ന അഭിഭാഷകൻ ഇയാളെ അറിയിക്കുന്നു. അങ്ങനെ ഈ അഭിഭാഷകൻ്റെ വാക്കിൽ ഞെട്ടിപ്പോയി. ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഭാര്യയുടെ വീട് എവിടെയാണെന്ന് പോലും അറിയാതെയാണ് ഇയാൾ 3 വർഷമായിട്ട് ജീവിച്ചു വന്നിരുന്നത്. അങ്ങനെ ഇയാൾ ഈ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഭാര്യ മരിച്ചു, ഇതെവിടെ പോകണമെന്നറിയില്ല. ഇങ്ങനെ ഒരു അഭിഭാഷകൻ വിളിച്ചു. വീണ്ടും ഇയാൾക്ക് 50 ലക്ഷം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. പിന്നെ ഇയാളെ വിളിക്കുന്നത് ഈ സിസ്റ്റർ സോഫിയ എന്ന് പറയുന്നൊരു കന്യാസ്ത്രീ എന്ന് പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. ഇവർ വിളിച്ച് പറയുന്നു, ഇവർ ഈ GM റാവു ഇയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ശവപ്പെട്ടിയും അവിടെ നടക്കുന്ന ശവസംസ്കാര ചടങ്ങുകളുടെ എല്ലാം ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ ഇയാൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അതും ഇയാളെ വിശ്വസിപ്പിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് സിസ്റ്റർ സോഫിയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ വിളിക്കുന്നു. അതിൽ പറയുന്നത് ഭർത്താവിൻ്റെ പേരെഴുതി വെച്ചിട്ടാണ് ഇവർ ശ്രദ്ധ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് പുറത്ത് വരരുതെങ്കിൽ 10 കോടി രൂപ ഇയാളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇയാൾ അവസാനമായിട്ട് ശ്രദ്ധയെ കണ്ട. ഇയാൾക്ക് ഏതാനും ചില സംശയങ്ങളുണ്ടായി. അതുവരെ ഇവരുടെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അയാൾ ശ്രദ്ധയെ അവസാനമായി കണ്ട എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. ഭാര്യയെ കാണാനില്ല, ഭാര്യയെ തടങ്കലിലാക്കിക്കൊണ്ട് പണം തട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു സംശയം ഇയാൾ പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെ ഇത് ഹേബിയസ് കോർപ്പസ് ഹർജിയായി. അങ്ങനെ ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത ഇവരാണ് ഇതൊരു അന്വേഷണത്തിന് ഉത്തരവിടുന്നതും അങ്ങനെ ഇതൊരു അന്വേഷണത്തിലേക്ക് എത്തുന്നതും.
അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ശ്രദ്ധ ലെനിൻ എവിടെയാണ്? അതോടൊപ്പം തന്നെ ഈ സ്റ്റീവൻ, ഇവരുടെ കുടുംബ സുഹൃത്തായ സ്റ്റീവനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തി വന്നിരുന്നത്. അങ്ങനെ ഇവരുടെ എല്ലാം ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. പോലീസിന് ഇവരിലേക്ക് എത്താനുള്ള യാതൊരു വഴിയുമില്ല. ശ്രദ്ധ ലെനിൻ എവിടെയാണ്? ഇവർ കൊല്ലപ്പെട്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നത് അറിയില്ല. ഇവരെ ആരെങ്കിലും തടവിലാക്കിയിട്ടുണ്ടോ എന്നത് പോലും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ശ്രദ്ധയ്ക്ക് ഇയാൾ അയച്ചു കൊടുത്ത ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിച്ചു. അതിലാണ് നിർണായകമായിട്ടുള്ളൊരു വിവരം ലഭിക്കുന്നത്. ഈ ശ്രദ്ധയുടെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലുള്ള മറ്റൊരു ലെനിൻ കെ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പറാണ് ഈ ശ്രദ്ധയുടെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ലെനിൻ കെ തമ്പി ആരെന്നറിയാനുള്ള അന്വേഷണമാണ് നേരത്തെ പറഞ്ഞ സ്റ്റീവനിലേക്ക് എത്തിയത്. സ്റ്റീവനാണ് ഇയാളുടെ യഥാർത്ഥ പേരാണ് ലെനിൻ കെ തമ്പി. ഈ ശ്രദ്ധ ലെനിൻ തൻ്റെ മുൻ ഭർത്താവ് മരിച്ചു, വേർപിരിഞ്ഞു, എന്നാൽ ആധാർ കാർഡിൽ പേര് മാറ്റി ഇല്ല എന്ന് പറയുന്നു. ഈ ലെനിൻ എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവ് തന്നെയാണ്. ഈ ഭർത്താവും ഭാര്യയും ചേർന്ന് നടത്തിയ ഒരു കബളിപ്പിക്കലാണ് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ലെനിൻ കെ തമ്പിയെ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. പിന്നെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധ എവിടെയാണ്? അങ്ങനെ ഇയാളുടെ ഫോണിലെ ഇവരുടെ നമ്പർ എടുത്തതിന് ശേഷം ഇവരുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് എത്തുന്നത് മരടിലാണ്. മരടിലെ ഒരു ആഡംബര കാറിൽ ഇയാളെ പോലീസ് പിടിച്ചെറിഞ്ഞ് എന്തൊക്കെയാണ് പോലീസിൻ്റെ അടുത്ത നീക്കങ്ങളെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ശ്രദ്ധ ലെനിനിലേക്കാണ് പോലീസ് എത്തുന്നത്. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി ഇരുവരും. അങ്ങനെയാണ് ഈ 2025 ഓഗസ്റ്റ് 5-ാം തീയതി ഈ ഒരു കേസ് പരിഗണിക്കുന്ന കോടതി, കേരള ഹൈക്കോടതിയുടെ ഈ ഒരു ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് പെട്ടെന്ന് ഈ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിന് മുന്നിലേക്ക് മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീയുമായിട്ട് പോലീസ് കയറി വരുന്നത്. അവിടെ തൻ്റെ മരിച്ചു എന്ന് കരുതിയ ഭാര്യയെ കണ്ട ഇയാൾ ഞെട്ടിപ്പോയി, ഈ ജീൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അപ്പോഴും ഇയാൾക്ക് സാധിച്ചില്ല. 3 വർഷത്തിലധികമായി കോടിക്കണക്കിന് രൂപയും 40 പവനോളം സ്വർണവും കവർച്ച ചെയ്തിട്ടും ഇയാൾ തൻ്റെ ഭാര്യയിൽ അതീവ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ ഭാര്യ തന്നെ കബളിപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും ഇയാൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീടാണ് ഇയാൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ശ്രദ്ധ ലെനിൻ്റെ ഭർത്താവാണ് ലെനിൻ കെ തമ്പി എന്ന തൃശ്ശൂർ മണ്ണുത്തി സ്വദേശി. ഇരുവരും ഈ ഒരു തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് വൈറ്റിലയിൽ ആഡംബര ഫ്ലാറ്റും അതോടൊപ്പം തന്നെ പനമ്പിള്ളി നഗറിലൊരു ഫാഷൻ സ്റ്റോറും നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ചെന്നൈയിൽ പോയി താമസിക്കുന്നതും കൊച്ചിയിലെയും തൃശ്ശൂരിലെയും മാളുകളിൽ വെച്ച് കണ്ടുമുട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും പോലീസും കോടതിയും അടക്കം ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഇത്തരത്തിൽ വിസ്തൃതമായൊരു തട്ടിപ്പ്. 3 വർഷത്തോളം ഒരാളെ കബളിപ്പിക്കുക. ഒരുപക്ഷെ അയാളുടെ നിസ്സഹായത അല്ലെങ്കിൽ നിഷ്കളങ്കത കൊണ്ടായിരിക്കാം ഈ ഒരു തട്ടിപ്പിലെ അയാൾ ഭാഗമായി പോയത്. 3 വർഷമായിട്ടും തിരിച്ചറിയപ്പെടാൻ സാധിച്ചില്ല. തൻ്റെ ഭാര്യയെന്ന് വിശ്വസിച്ച്, തനിക്കൊരു ജീവിത പങ്കാളി, വാർദ്ധക്യത്തിൽ കൂട്ടായൊരു ജീവിത പങ്കാളി വരുമെന്ന് വിശ്വസിച്ച് അത്രയും കാലം കൂടെ നിന്ന അവൾ തന്നെ ചതിച്ചു എന്ന തിരിച്ചറിവിൽ തകർന്നുപോയി. എന്തായാലും ഇവരുടെ പിന്നീട് ചോദ്യം ചെയ്യപ്പോൾ കോടതിയിൽ ശ്രദ്ധ ലെനിൻ പറയുന്നത് തങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, ഒരുമിച്ച് ജീവിക്കുക മാത്രമാണ്. ഇയാളുടെ ശല്യം സഹിക്കവയ്യാതായപ്പോഴാണ് മരിച്ചു എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മെസ്സേജുകളും വിളിച്ചത്. ഈ നേരത്തെ പറഞ്ഞ GM റാവു എന്ന അഭിഭാഷകനായി വിളിച്ചത് ഇവരുടെ ഭർത്താവായ ലെനിൻ കെ തമ്പിയാണ്. അതുപോലെ തന്നെ ഈ സിസ്റ്റർ സോഫിയായി വിളിച്ചത് ഇതേ ശ്രദ്ധ ലെനിൻ തന്നെയാണെന്നുള്ള കാര്യം അറിഞ്ഞാണ് ഇയാൾ ഞെട്ടിപ്പോയത്. എന്തായാലും ഇത്ര വിസ്തൃതമായൊരു തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇയാൾക്ക് ചെയ്യാനുള്ളത് സാമ്പത്തികമായ തട്ടിപ്പിനെ പോലീസിൽ സമർപ്പിക്കാം, പരാതി സമർപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലീസാണ് പരിഹരിക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും ഈ ഹേബിയസ് കോർപ്പസ് ആണോ തീർപ്പായത്? ഭാര്യയെ കാണാനില്ല, മരിച്ചുപോയ ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് ഒരു പരാതി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇനി ആരും പോയി വീഴാതിരിക്കുക എന്നുള്ള കാര്യം കൂടി പറയാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ശരി.